നമ്മൾ എക്സാം ഹാളിലോട്ട് പ്രവേശിച്ച് കഴിഞ്ഞാൽ നമ്മൾ പരീക്ഷ എഴുതുന്നതിന് മുമ്പ് നമുക്കൊരു 20 മിനിറ്റ് കൂൾ ഓഫ് ടൈമുണ്ട്. നിങ്ങൾ മോഡൽ എക്സാം എഴുതിയപ്പോൾ നിങ്ങൾക്ക് ആ സമയം നമുക്ക് കിട്ടിയിരുന്നു, കൂൾ ഓഫ് ടൈം. അതായത് ആ സമയം ഉദ്ദേശിക്കുന്നത് ക്വസ്റ്റ്യൻ പേപ്പർ പരിചയപ്പെടുക എന്നുള്ള അതായത് നമ്മൾ ക്വസ്റ്റ്യൻസ് ഒക്കെ വായിച്ച് നോക്കി ഏതൊക്കെയാണ് ആൻസർ ചെയ്യേണ്ടത് എന്നൊക്കെ ഒന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്കൊരു 20 മിനിറ്റ് കിട്ടും. ആ സമയത്ത് തന്നെ, അതായത് നമുക്ക് ആദ്യം നമ്മൾ ചെല്ലുമ്പോൾ നമുക്ക് ബെല്ലടിക്കുന്നുണ്ടാവും. അതിനുശേഷം നമുക്ക് ആദ്യം ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടും. അതിനുശേഷം നമ്മൾ പരീക്ഷ എഴുതാൻ തുടങ്ങുന്നതിന് തൊട്ട് മുമ്പായിട്ട് നിങ്ങളുടെ കയ്യിൽ ആൻസർ ഷീറ്റ് കിട്ടും. അപ്പം ഈ ആൻസർ ഷീറ്റിൽ ഒരു ഫേസിംഗ് ഷീറ്റ് ഉണ്ടായിരിക്കും. ആ ഫേസിംഗ് ഷീറ്റ് ഫിൽ ചെയ്യുമ്പോൾ നമ്മൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. ആ കാര്യങ്ങളാണ് ഇപ്പം പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഇവിടെ നിങ്ങൾക്ക് ആൻസർ ഷീറ്റിൻ്റെ ഫേസിംഗ് ഷീറ്റിൻ്റെ ഒരു മോഡൽ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഇവിടെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ എഴുതാനുണ്ട്. ഈ എഴുതേണ്ടുന്ന കാര്യങ്ങളെല്ലാം വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. അതുകൊണ്ടാണ് നിങ്ങളോട് പറയുന്നത്. അപ്പം സാധാരണഗതിയിൽ നമ്മൾ ക്ലാസ്സിൽ കൊണ്ടുപോയിട്ട് ഈ ആൻസർ ഷീറ്റ് കാണിച്ചിട്ടാണ് നിങ്ങളോടത് പറഞ്ഞു തരുന്നത്. പക്ഷേ ഇപ്രാവശ്യം അതിനുള്ള സാഹചര്യം ഇല്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെ അയക്കുന്നത്. അപ്പോൾ എന്നാലും നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പം ഇവിടെ ആൻസർ ഷീറ്റ് ഫില്ല് ചെയ്യുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ആൻസർ ഷീറ്റിൽ ഒരിടത്തും നിങ്ങളുടെ പേരോ നിങ്ങളുടെ സ്കൂളിൻ്റെ പേരോ അല്ലെങ്കിൽ നിങ്ങളുടെ സ്ഥലമോ നിങ്ങളുടെ ഐഡൻറ്റിറ്റി തെളിയിക്കുന്ന ഒരു കാര്യങ്ങളും ആൻസർ ഷീറ്റിൽ എഴുതാനായിട്ട് പാടില്ല. ഓക്കെ, അതായത് നിങ്ങളുടെ പേരെഴുതാനുള്ള ഒരു സ്ഥലം ആൻസർ ഷീറ്റിലില്ല. ആൻസർ ഷീറ്റിൽ ആദ്യമായിട്ട് നമുക്ക് എഴുതേണ്ടത് നെയിം ഓഫ് ദി എക്സാമിനേഷനാണ്. നെയിം ഓഫ് ദി എക്സാമിനേഷനകത്ത് നിങ്ങൾ എഴുതേണ്ടത് ഫസ്റ്റ് ഇയർ ഹയർ സെക്കൻഡറി എക്സാമിനേഷൻ എന്നാണ്. അതിനുശേഷം സബ്ജക്റ്റ് എന്താണെന്ന് ചോദിക്കും. സബ്ജക്റ്റും നിങ്ങൾ എഴുതുക. അത് രണ്ടും ഫേസിംഗ് ഷീറ്റിൻ്റെ മുകളിലായിട്ട് നിങ്ങൾക്ക് എഴുതാനായിട്ടുണ്ടായിരിക്കും. ഇനി ഈ രണ്ട് സാധനങ്ങളും എഴുതാൻ നിങ്ങൾക്ക് സ്പെല്ലിംഗ് അറിയില്ലായ്ക എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടുന്നുണ്ട് അല്ലേ? ആ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഈ രണ്ട് കാര്യങ്ങളും ഉണ്ടായിരിക്കും. അവിടെ നോക്കി അങ്ങ് എഴുതിയാൽ മതി. തെറ്റിക്കാതിരിക്കുക, അതാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അവിടെ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കി എഴുതിക്കോളാൻ പറഞ്ഞാൽ തെറ്റാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത് രണ്ടും എഴുതിയതിന് ശേഷം നിങ്ങൾ ഡേറ്റ് എഴുതാനായിട്ടൊരു സ്ഥലം കാണുന്നുണ്ട്. അവിടെ നിങ്ങൾ ഡേറ്റ് എഴുതുക. പിന്നെ നിങ്ങൾക്ക് അവിടെ പേപ്പർ എന്നൊരു സാധനം, അത് നമുക്കത് വേണ്ട. അതിനുശേഷം നിങ്ങൾ താഴെ കുറേ കോളംസ് കാണുന്നുണ്ട്. ആ കോളംസ് ടീച്ചർമാർക്ക് പേപ്പർ വാല്യൂ ചെയ്യുമ്പോൾ മാർക്ക് ഇടാനുള്ള സ്ഥലമാണ്. അവിടെ നിങ്ങളൊന്നും എഴുതണ്ട. ഏറ്റവും താഴെ വന്നാൽ നിങ്ങൾക്ക് രജിസ്റ്റർ നമ്പർ എഴുതാനായിട്ട് ഒരു സ്ഥലം നിങ്ങൾക്ക് കാണാം. രജിസ്റ്റർ നമ്പർ എഴുതേണ്ടത് എങ്ങനെയാണെന്നാണ് അടുത്തായിട്ട് പറയാൻ പോകുന്നത്. രജിസ്റ്റർ നമ്പർ ഹോൾ ടിക്കറ്റിൽ നോക്കി വേണം എഴുതാൻ. ഇത് രണ്ട് രീതിയിൽ എഴുതണം. ഒന്ന് അക്കത്തിലും രണ്ട് അക്ഷരത്തിലും. ഓക്കെ, ഫിഗേഴ്സിലും വേർഡ്സിലും. അക്കത്തിൽ എഴുതേണ്ടത് ഇപ്പം 8 1 2 3 അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എന്തെഴുതുക? ആ നമ്പർ തന്നെ എഴുതുക. 8 1 എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ എഴുതുക. ഇനി ഫിഗേഴ്സിൽ എഴുതിയിട്ട് വേർഡ്സിൽ എഴുതാനാണെങ്കിലോ EIGHT 8 ONE 1 അങ്ങനെ വേണം എഴുതാനായിട്ട്. ഇനി ഇംഗ്ലീഷിൽ എഴുതാൻ നിങ്ങൾക്ക് അറിയത്തില്ല എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ എങ്ങനെ എഴുതണം? മലയാളത്തിൽ എഴുതിക്കൊള്ളുക. 8 എന്ന് മലയാളത്തിൽ എഴുതാം. അപ്പോൾ ഏതായാലും രജിസ്റ്റർ നമ്പർ നിങ്ങൾ രണ്ട് രീതിയിൽ എഴുതണം. നമ്പറായിട്ടും എഴുതണം, അക്ഷരത്തിലും എഴുതണം. അതിൻ്റെ താഴെ ടീച്ചർമാർ സൈൻ ചെയ്യാനായിട്ട് ഒരു സ്ഥലമുണ്ട്. ആ ടീച്ചർ സൈൻ ചെയ്തിട്ടായിരിക്കും നിങ്ങൾക്ക് തരുന്നത്. നിങ്ങളുടെ ആൻസർ ഷീറ്റ് സൈൻഡ് ആയിരിക്കും. അത് പ്രത്യേകം ശ്രദ്ധിച്ചോണേ. ടീച്ചർമാർ സൈൻ ചെയ്തിട്ടാണോ തന്നത്? സൈനും ഡേറ്റും ഉണ്ടായിരിക്കും. ടീച്ചറിൻ്റെ സൈനും ഡേറ്റും ഉള്ള പേപ്പറിൽ നിങ്ങൾ എഴുതേണ്ടു. ഇനി ഏതെങ്കിലും കാരണവശാൽ ടീച്ചർ തരുന്നതിൽ സൈൻ ഇല്ലെങ്കിൽ ടീച്ചറിനോട് പറഞ്ഞിട്ട് സൈൻ വാങ്ങിക്കണം. ടീച്ചർ അപ്പോൾ തന്നെ സൈൻ ചെയ്ത് തരും. പിന്നെ അതിൻ്റെ ഏറ്റവും റൈറ്റ് സൈഡിൽ ഏറ്റവും താഴെയായിട്ട് നിങ്ങൾക്ക് എഴുതാനായിട്ട് ഒരു കോളം ഉണ്ടായിരിക്കും. അതിൽ ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് എന്നായിരിക്കും എഴുതിയിരിക്കുക. അപ്പോൾ നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് എൻ്റർ ചെയ്യണം. എവിടെ നിന്നാണ് ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് കിട്ടുന്നത്? നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ അതുണ്ടായിരിക്കും. FY എന്ന് തുടങ്ങുന്ന ഒരു കോഡായിരിക്കും അത്. FY. ഓക്കെ, ഇനി ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയിട്ട് കണ്ടില്ലെങ്കിൽ നിങ്ങളവിടെ എണീറ്റ് നിന്നിട്ട് നിങ്ങളുടെ ആ ഇൻവിജിലേഷൻ ക്ലാസ്സിൽ നിൽക്കുന്ന ടീച്ചറിനോട് പറഞ്ഞാൽ മതി. ടീച്ചർ പറഞ്ഞു തരും. ഓക്കെ, അപ്പോൾ തെറ്റിക്കാതെ ക്വസ്റ്റ്യൻ പേപ്പർ കോഡും എഴുതുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഫേസിംഗ് ഷീറ്റിൽ നിങ്ങൾ ആദ്യം ശ്രദ്ധിക്കാനുള്ളത്. ഇനി നിങ്ങൾക്ക് ഇത്രയൊക്കെ എഴുതി കഴിഞ്ഞ് നിങ്ങൾ കൂൾ ഓഫ് ടൈം തീർന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പരീക്ഷ എഴുതാനായിട്ട് തുടങ്ങാം. അന്നേരം മാത്രമേ നിങ്ങൾ ഈ പേപ്പർ തുറക്കേണ്ടത്. ഇതൊരു ബുക്ക്ലെറ്റാണ്. ഇതിനകത്ത് 6
6 8 പേജസ് ഉണ്ട്. അപ്പം ഇതിന് ശേഷം മാത്രമേ നിങ്ങൾ തുറക്കേണ്ടൂ. ആദ്യം നിങ്ങൾ തുറക്കേണ്ട, നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കാനുള്ള സമയം അതിന് വേണ്ടി മാത്രം ഉപയോഗിക്കുക. അതിന് ശേഷം ഇനി നിങ്ങൾക്ക് എഴുതാം എന്ന് ഒന്നുകിൽ ഒന്ന് ബെല്ലടിക്കും, അല്ലെങ്കിൽ ടീച്ചർ പറയും. ആ സമയം നിങ്ങൾ എഴുതാൻ തുടങ്ങുക 20 മിനിറ്റിന് ശേഷം. അതായത് 9:50 നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്നത് 9:50. നിങ്ങൾ പേപ്പർ തുറന്ന് നിങ്ങൾ 1 2 3 എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് എഴുതാൻ അറിയാവുന്ന ആൻസറുകൾ എഴുതുക. ഇനി ഈ ബുക്ക്ലെറ്റ് തീർന്നു എന്ന് വെക്കുക. ഈ ബുക്ക്ലെറ്റിൽ ഇപ്പോൾ 6 പേജാണെന്ന് എനിക്ക് തോന്നുന്നത്. അപ്പോൾ 6 8 എന്ന് കൃത്യമായിട്ട് ഞാൻ ഓർക്കുന്നില്ല. അപ്പോൾ ഈ പേജസ് ഇത്രയും പേജിൽ നിങ്ങൾ എഴുതി കഴിഞ്ഞാൽ നിങ്ങൾ അവിടെ എഴുന്നേറ്റ് നിൽക്കുക. അപ്പോൾ നിങ്ങൾക്ക് അഡീഷണൽ ഷീറ്റ് തരും. ഈ അഡീഷണൽ ഷീറ്റ് എന്ന് പറഞ്ഞാൽ അവിടെ 4 പേജസ് ഉണ്ട്. 4 പേജിൻ്റെ ഒരു ബുക്കായിരിക്കും അടുത്തതായിട്ട് അഡീഷണൽ ഷീറ്റായിട്ട് കിട്ടുന്നത്. അതിൻ്റെ ഏറ്റവും മുകളിൽ റൈറ്റ് സൈഡിൽ നിങ്ങൾ എത്രാമത്തെ അഡീഷണൽ ഷീറ്റാണ് വാങ്ങിച്ചത് എന്ന് എഴുതാനൊരു സ്ഥലമുണ്ട്. അപ്പോൾ ആദ്യമായിട്ടാണ് ഞാനൊരു അഡീഷണൽ ഷീറ്റ് വാങ്ങിക്കുന്നതെങ്കിൽ അവിടെ 1 എന്നെഴുതുക. ഒരു അഡീഷണൽ ഷീറ്റ് കഴിഞ്ഞാൽ വേറൊരെണ്ണം കൂടെ വാങ്ങിക്കുന്നുണ്ടെങ്കിൽ അവിടെ എന്തെഴുതണം? 2 എന്നെഴുതണം. അപ്പോൾ എത്ര അഡീഷണൽ ഷീറ്റ് ഉണ്ടോ അത് എത്ര എണ്ണം വേണം നിങ്ങൾക്ക് കിട്ടും, നിങ്ങളത് വാങ്ങിച്ചോളുക. അതെല്ലാം എങ്ങനെ എഴുതണം? 1 2 3 4 എന്ന് എഴുതി വെക്കുക. ഇനി 3 അഡീഷണൽ ഷീറ്റ് ഞാൻ വാങ്ങിച്ചു. 3ാമത്തെ അഡീഷണൽ ഷീറ്റിൻ്റെ ആദ്യത്തെ പേജിലും മറിച്ചിട്ട് 2ാമത്തെ പേജിലും ഞാൻ എഴുതി. 2ാമത്തെ പേജ് ഒരു പകുതി എത്തിയപ്പം ഞാൻ എഴുതി കഴിഞ്ഞു, ഇനി എനിക്കൊന്നും എഴുതാനില്ല, അല്ലെങ്കിൽ ഞാൻ സമയം കഴിഞ്ഞു, പരീക്ഷ കഴിഞ്ഞു എന്ന് മനസ്സിലാവുന്ന സമയത്ത് നിങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, അല്ലെങ്കിൽ ആദ്യം ചെയ്യേണ്ട അവസാനം ഏതായാലും പേപ്പർ കൊടുക്കുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത്, എവിടെയാണോ നിങ്ങൾ എഴുതി നിർത്തിയത് അവിടെ നേരെ ഹൊറിസോണ്ടലായിട്ട് 2 വര വരയ്ക്കുക. നിങ്ങൾ മാത്സിലൊക്കെ ഒരു ആൻസറിൻ്റെ അടി 2 വര വരയ്ക്കത്തില്ലേ, അതുപോലെ 2 വര വരയ്ക്കുക. എന്നിട്ട് ക്യാൻസൽഡ് എന്നവിടെ എഴുതണം. ഓക്കെ, CANCELLED ക്യാൻസൽഡ് എന്ന് എഴുതണം. ഓക്കെ, അപ്പോൾ 2 വര ഇട്ടിട്ട് ക്യാൻസൽഡ് എന്ന് എഴുതുക. അതിന് ശേഷം, അതായത് നമ്മുടെ 3ാമത്തെ അഡീഷണൽ ഷീറ്റിൻ്റെ 4 സൈഡിൽ എഴുതാവുന്നിടത്ത് 2 സൈഡിൽ നിങ്ങൾ എഴുതി കംപ്ലീറ്റ് ചെയ്തല്ലോ. ബാക്കിയുള്ള പേജ് ഉണ്ടല്ലോ, ആ പേജ് ഡയഗണലായിട്ട് വരച്ചിടുക, വെട്ടിയിട്ടേക്കുക. മുകളിൽ നിന്ന് താഴോട്ട്, അതായത് മുകളിൽ ലെഫ്റ്റ് സൈഡിൽ നിന്ന് താഴെ റൈറ്റ് സൈഡിലേക്ക് ഒരു വര വരച്ചേക്കുക. ഓക്കെ, ഡയഗണലായിട്ട് വരച്ച് ബാക്കി പേജസ് ഇട്ടേക്കണം. ഓക്കെ, അപ്പോൾ ഈ കാര്യം പ്രത്യേകം ഓർക്കണം. എഴുതി തീരുന്നിടത്ത് വെച്ച് ഡബിൾ ലൈൻ വരച്ച് ക്യാൻസൽഡ് എന്ന് എഴുതണം. അതിനുശേഷം ബാക്കിയുള്ള പേജസ് ഡയഗണലായിട്ട് വരച്ചും വെക്കുക. ഇനി അടുത്തതായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത്, അപ്പോൾ നിങ്ങൾ പരീക്ഷ എഴുതി കഴിഞ്ഞു. ഇനി ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, പരീക്ഷ എഴുതി കഴിഞ്ഞെന്ന് ചാടി ഇറങ്ങി പോയേക്കരുത്. ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് ട്വെയിൻ കിട്ടും. അവിടെ ഒരു പേപ്പറിൽ എല്ലാം നമുക്ക് അതിനകത്ത് ഹോൾ ഉണ്ടായിരിക്കും. അപ്പം നിങ്ങൾ ഈ ട്വെയിൻ ഉപയോഗിച്ച് പേപ്പർ അഡീഷണൽ ഷീറ്റ് കെട്ടിവെക്കുക എന്നുള്ളതാണ് അടുത്ത പണി. അപ്പോൾ നിങ്ങൾക്കറിയാം, കെട്ടിവെക്കുന്നത് നിങ്ങൾക്കറിയാം, കെട്ടുക. അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടെ ഉണ്ട്. അഡീഷണൽ ഷീറ്റിൻ്റെ എണ്ണം എടുക്കുക. എത്ര എണ്ണം നമ്മൾ എഴുതിയിട്ടുണ്ടല്ലോ, 1 2 3 എന്ന് ഇട്ടിട്ടുണ്ട്. അപ്പോൾ 3 അഡീഷണൽ ഷീറ്റ് ആണെങ്കിൽ ആ 3 എന്നുള്ള നമ്പർ ഫേസിങ് ഷീറ്റിൻ്റെ മുകളിൽ റൈറ്റ് സൈഡിൽ ഒരു കോളം ഉണ്ടായിരിക്കും, ടോട്ടൽ നമ്പർ ഓഫ് അഡീഷണൽ ഷീറ്റ്, അവിടെ അത് എഴുതിയേക്കുക. ഇനി എനിക്ക് ഫേസിങ് ഷീറ്റിൽ തന്നെ എഴുതാനൊന്നും ഇല്ലായിരുന്നു, ഞാൻ അഡീഷണൽ ഷീറ്റ് ഒന്നും എടുത്തിട്ടില്ല എങ്കിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ടോട്ടൽ നമ്പർ ഓഫ് അഡീഷണൽ ഷീറ്റിൻ്റെ അവിടെ എന്തെഴുതുക? 0 എന്ന് എഴുതിയേക്കുക. എഴുതാതിരിക്കരുത്, 0 എന്ന് എഴുതുക. ഓക്കെ, ഇത്രയും എഴുതി കഴിഞ്ഞാൽ നമ്മുടെ പരീക്ഷ എഴുതുന്ന കാര്യങ്ങൾ ഇത്രയാണ് എനിക്ക് പറയാനുള്ളത്. ഇനി നിങ്ങൾ പരീക്ഷ എഴുതി കഴിഞ്ഞാൽ അന്നേരം തന്നെ ചാടി എഴുന്നേറ്റ് പോകരുത്. അവിടെ ടീച്ചർ ഇൻസ്ട്രക്ഷൻ തന്നാൽ മാത്രമേ എഴുതിയിട്ട് എഴുന്നേറ്റ് പോകാവുള്ളൂ, അല്ലെങ്കിൽ നിങ്ങളവിടെ വെയിറ്റ് ചെയ്യണം കേട്ടോ. അതായത് പരീക്ഷ എഴുതി കഴിയുമ്പോഴേ ഇറങ്ങിപ്പോകാൻ പാടില്ല. നിങ്ങൾ ടീച്ചറുടെ ഇൻസ്ട്രക്ഷൻ ഇല്ലാതെ, ടീച്ചർ പറയാതെ നിങ്ങൾ ഇറങ്ങി പോകാൻ പാടില്ല. ഇനി ഞാൻ ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ കേട്ടു എന്ന് വിശ്വസിക്കുന്നു. എന്നാലും അവിടെ ചെല്ലുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് തോന്നുവാണെങ്കിൽ ഒരു മടിയും വിചാരിക്കേണ്ട, നിങ്ങളെ ഇൻവിജിലേഷൻ നിൽക്കുന്ന ടീച്ചറിനോട് നിങ്ങൾക്ക് ചോദിക്കാം കേട്ടോ. ഇപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് എന്ത് ചെയ്യുന്നു ഞാൻ കാണുന്നില്ല ടീച്ചറെ, നിങ്ങൾക്ക് ചോദിക്കാം, ധൈര്യപൂർവ്വം ചോദിക്കാം, ഒന്നും പേടിക്കേണ്ട കേട്ടോ. പിന്നെ വേറൊരു കാര്യം, സ്കൂളിൽ പരീക്ഷ ഡ്യൂട്ടിക്ക് വരുന്ന, ഇൻവിജിലേഷൻ ഡ്യൂട്ടിക്ക് വരുന്ന ഒരു ടീച്ചർമാരും നമ്മുടെ സ്കൂളിലെ ടീച്ചർമാരായിരിക്കത്തില്ല. നമ്മുടെ പ്രിൻസിപ്പൽ സാറ് മാത്രമേ അവിടെ കാണുകയുള്ളൂ. ബാക്കിയെല്ലാം ഞങ്ങൾക്കൊക്കെ പല സ്കൂളുകളിലായിരിക്കും ഡ്യൂട്ടി. അപ്പോൾ അവിടെ വരുന്ന, കാരണം നിങ്ങൾക്ക് ഞങ്ങളെ എല്ലാ ടീച്ചർമാരെ അറിയത്തില്ലാത്തതുകൊണ്ട് ഞാൻ പറയണം, അവരാരും നമ്മുടെ ടീച്ചർമാരായിരിക്കത്തില്ല, പുറത്തുള്ള സ്കൂളുകളിലെ ടീച്ചർമാർ തന്നെ ആയിരിക്കും. അതുകൊണ്ട് അവരുടെ മുമ്പിൽ നമ്മൾ നല്ല രീതിയിൽ, നമ്മൾ നല്ല കുട്ടികളാണെന്നേ അവരെ കൊണ്ട് പറയിപ്പിക്കാവുള്ളൂ. ചില സ്കൂളിലൊക്കെ നമ്മൾ പോയി കഴിയുമ്പോൾ ഇനി ഒരു കാരണവശാലും ഈ സ്കൂളിലേക്ക് വരികയില്ല എന്നുള്ള ഫീലിംഗ് പോലും നമുക്ക് തോന്നിയിട്ടുണ്ട്. അതുകൊണ്ട് ഒരിക്കലും അങ്ങനെ ഒരു ഫീലിംഗ് വരുന്ന ടീച്ചേഴ്സിന് ഉണ്ടാക്കി കൊടുക്കരുത്. വളരെ നല്ല രീതിയിൽ നല്ല ബിഹേവിയർ നിങ്ങൾ എക്സാം ഹോളിൽ കാണിക്കണം.
അത് പ്രത്യേകം ഓർത്തോണം. ഓക്കെ. അപ്പോൾ ടീച്ചർ പറഞ്ഞതിന് ശേഷം നിങ്ങൾ ഒന്നുകിൽ ടീച്ചർ അടുത്ത് വന്ന് പേപ്പർ കളക്ട് ചെയ്യുമായിരിക്കും, ഇല്ലെങ്കിൽ ടീച്ചർ മേശപ്പുറത്ത് വെച്ചേക്കാൻ പറയുമായിരിക്കും. ആ ടീച്ചർ എങ്ങനെ പറയുന്നോ അതിനനുസരിച്ച്, അത് ഓരോരുത്തരുടെ ഈ ഇഷ്ടം അനുസരിച്ചാണ് ചെയ്യുന്നത്. അപ്പോൾ ഒന്നുകിൽ ചിലർ കയ്യിലോട്ട് വാങ്ങിക്കും, അല്ലെങ്കിൽ ചിലർ അവിടെ വെച്ചേക്കാൻ പറയും, ചിലർ മേശപ്പുറത്ത് വെക്കാൻ പറയും. അതെങ്ങനെയാണോ അതിനനുസരിച്ച് അവർ പറയുന്നതിനനുസരിച്ച് വെച്ചിട്ട് നിങ്ങൾക്ക് തിരിച്ചു പോകാം. ഓക്കെ.